ആദ്യം ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. പൂജ. ആ ഹലോ ആദി, താനിത് എവിടെയാ? എടോ, ഞാൻ അർജന്റായിട്ടൊന്ന് ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? പിന്നെന്താ താൻ എന്നോട് പറയാത്തത്? അതിനൊന്നും നേരം കിട്ടിയിരുന്നില്ല. താൻ ഒറ്റയ്ക്കാണോ? അല്ലടോ, ലച്ചുണ്ട്. ഞാനേ പിന്നെ വിളിക്കാം. ശരി. അല്ല എടോ, എന്താ മോളെ? ആദ്യം ലച്ചും കൂടി ബാംഗ്ലൂരിലേക്ക് പോയിന്ന്. ബാംഗ്ലൂർക്കോ? എന്നിട്ട് മോളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനിപ്പോ വിളിച്ചപ്പോഴാ അറിഞ്ഞത്. അതൊരു ശരിയായ കാര്യമല്ലല്ലോ മോളെ. ഇതുവരെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾക്കും ചേട്ടത്തി അനാവശ്യമായ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് വാ തുറക്കാതിരിക്കാൻ പറ്റില്ല. മോളിങ്ങനെ വിട്ടുകൊടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. മോളുടെ പാവത്വത്തെ എല്ലാരും മുതലെടുക്കുക. അതേക്കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല അടുത്തി. ആദിമോനെ കുറിച്ച് എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ ലച്ചുവിന്റെ കാര്യത്തിൽ എനിക്കുണ്ട്. നാളെ എന്തെങ്കിലും സംഭവിച്ചാ അത് മോളുടെ പിടിപ്പുകേടാണെന്ന് എല്ലാരും പറയും. ഞാൻ എന്ത് വേണമെന്ന് ചേട്ടത്തി പറയുന്ന? ആ പെണ്ണും ആദിമോനും തമ്മിൽ ഇടപെടുന്നത് മോക്ക് ഇഷ്ടമല്ലെന്ന് തുറന്നു പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഇനി വൈകിയ കുഴപ്പമാ മോളെ. ഇപ്പൊ പറയാതെ പോയി. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്ന ആർക്കറിയാം? ഗോമതി ആമിമോളെ ഉപദേശിച്ച് ഒരു വഴിക്കാക്കുന്നത് പോലെയല്ല ഇത്. ഇവിടെ മോളെ ഞാൻ ഉപദേശിക്കാതിരുന്നാ പിന്നെ മോളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് മോളാ. എന്താ മോളെ? എന്തിനു കരയുന്ന? ഓ, ആദിമോനെ കാണാഞ്ഞിട്ടാ? അവനിപ്പോ ഇങ്ങോട്ട് വരും. വരേണ്ട സമയം ആകുന്നതല്ലേ ഉള്ളൂ. ആദ്യം ലച്ചും കൂടി എന്നോട് പറയാതെ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർക്ക് പോയോ? അതെ മുത്തശ്ശി, ഞാനിപ്പോ വിളിച്ചപ്പോഴറിഞ്ഞത്. അതൊന്ന് സംസാരിക്കാൻ പോലും ആദ്യം നിന്നില്ല. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. എന്തെങ്കിലും തിരക്കുണ്ടാവും മോളെ. അല്ലെങ്കിൽ അവൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്തൊന്നുമില്ല. തിരിച്ചു വിളിച്ചോളും. ഇതിപ്പോ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല. ബാംഗ്ലൂരിൽ അവൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായി കാണും. അതിന് അവനെ കൂട്ടിന് വിളിച്ചോണ്ട് പോയതായിരിക്കും. അതിനെ അങ്ങനെ കണ്ടാ മതി. ഇല്ലെങ്കിൽ പിന്നെ ആദ്യം പൂജ അനാദികാലം മുതലേ പ്രണയം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിഷമിക്കണ്ട കേട്ടോ, അവനിങ്ങ് വരും. അയ്യോ, എന്താ ചേച്ചി? എന്താ എന്താ കാര്യം? ആദിമോനും ലച്ചുമോളും കൂടെ ഒളിച്ചോടി. ചേച്ചി എന്താ പറയുന്നേ? അതേ മോളെ, പൂജ മുത്തശ്ശിയോട് പറയുന്നത് ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാ. എന്ത്? അവര് ഒളിച്ചോടി ബാംഗ്ലൂരിൽ പോയ കഥ. ബാംഗ്ലൂരിൽ പോയെന്നോ? എപ്പോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയാതെ പോന്നേനല്ലേ ഒളിച്ചോട്ടെന്ന് പറയുന്നേ. മോളെ, ഇത് അത് തന്നെ. എന്നിട്ട് മുത്തശ്ശി എന്ത് പറഞ്ഞു? മുത്തശ്ശി എന്ത് പറയാൻ, പതിപോലെ അവളെ ആശ്വസിപ്പിച്ചു. അവര് വല്ല അത്യാവശ്യത്തിന് പോയതായിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരുമെന്നും പറഞ്ഞു.
ഇനി ശരിക്കും വലിയ അത്യാവശ്യത്തിന് പോയതാണോ? ഇതൊക്കെ ഒരു അത്യാവശ്യമാണല്ലോ. അപ്പോ അവനിനി മടങ്ങി വരില്ലെന്നാണോ ചേച്ചി പറയുന്നത്? മടങ്ങിയൊക്കെ വരും, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ട്. ചിലപ്പോ ആ സമയത്ത് ലച്ചുമോളുടെ കയ്യിലൊരു ഭാവിയും ഉണ്ടാവും. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? എന്റെ മോളെ കാര്യങ്ങളുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നേ. അല്ലെങ്കിൽ 24 മണിക്കൂറും പൂജ എന്ന് പറഞ്ഞു നടക്കുന്ന ആദിക്കുട്ടൻ ഇങ്ങനെ അവളോട് പറയാതെ എവിടെങ്കിലും പോമോ? അതൊക്കെ പോട്ടെ, മുത്തശ്ശി എന്ന് പറഞ്ഞു മരിച്ചു കിടക്കുന്ന ആദിക്കുട്ടൻ അവരോട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്താ അതിന്റെ അർത്ഥം? പറയാൻ പാടില്ലാത്ത എന്തോ കാര്യത്തിന് അവര് പോയതെന്ന്. അതെ മോളെ, ഇത് സംഗതി അത് തന്നെയാ. എന്നിട്ട് ഇക്കാര്യത്തിൽ നമുക്കൊരു സൂചന പോലും ഇല്ലായിരുന്നല്ലോ ചേച്ചി. അതല്ലേ പഠിച്ച കള്ളന്മാരുടെയും കള്ളുകളുടെയും ലക്ഷണം. അവരാർക്കും ഒരു സൂചനയും കൊടുക്കത്തില്ല. അപ്പോ ഇത്രയും കാലം ഇവിടെ നടന്ന രഹസ്യ ചർച്ചകളൊക്കെ ഇതായിരുന്നു അല്ലേ? സംശയം എന്താ? അപ്പോ പൂജനെ എന്ത് ചെയ്യും? ചെയ്യേണ്ടത് പൂജയല്ലല്ലോ, നമ്മളല്ലേ. അവളെ അടിച്ച് പുറത്താക്കണം, അല്ലാതെന്താ? കഴുത്തിൽ കിടക്കുന്ന ആദിമം കെട്ടിയ താലിച്ചരടിന്റെയും വയറ്റിൽ കിടക്കുന്ന ആരാന്റെ കൊച്ചിന്റെയും ബലത്തിൽ ഇത്രയും കാലം ചെമ്പകശ്ശേരിൽ സർവരെയും പറ്റിച്ച് ജീവിച്ച പൂജ എന്ന രാക്ഷസിയെ നമ്മൾ അതിഗംഭീരമായി കൈകാര്യം ചെയ്തു. വരട്ടെ, എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ ആദ്യം. അറിയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒളിച്ചോട്ടം കഴിഞ്ഞ് അവരൊരുമിച്ച് താമസം തുടങ്ങി കാണും. ആ ശുഭവാർത്തയെ നമുക്ക് ഉടനെ കേൾക്കാം. പൂജ, ചേച്ചിയല്ലേ പറഞ്ഞത് ഇവർ ഒളിച്ചോടി പോയതാണെന്ന്? ഒളിച്ചോടിയില്ലെങ്കിലും പോയല്ലോ, അത് മതി. ചേച്ചി, ഇത് വെച്ചൊന്ന് മൂപ്പിക്കല്ലേ? പിന്നല്ലാതെ മൂപ്പിക്കേ. നിക്കട്ടെ അവിടെ. അതിന് ഞാനിങ്ങോട്ട് പോയില്ലല്ലോ, വന്ന് കയറിയില്ലുള്ളൂ. പറയുന്നോടാ.